ഇന്നത്തെ വചനചിന്തയ്ക്കായി സങ്കീർത്തനം 91 അധ്യായം അതിൻ്റെ 14 വചനത്തിൽ അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തി എന്ന് എഴുതിയിരിക്കുന്നു. നമ്മെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ നാമത്തെ നാം അറിയണം എന്നാണ് ഈ വചനം പറയുന്നത്. നമ്മെ ഉയർത്തുവാൻ വേണ്ടി നാം അറിഞ്ഞിരിക്കേണ്ടതായ ദൈവത്തിൻ്റെ നാമം എന്താണ്? പുറപ്പാട് പുസ്തകം 17 അധ്യായം അതിൻ്റെ 15 വചനത്തിൽ ഇങ്ങനെയായി പറയുന്നു, യഹോവ നിസി എന്ന്. യഹോവ നിസി എന്നാൽ യഹോവ എൻ്റെ ജയക്കൊടി എന്നാണ് അതിൻ്റെ അർത്ഥം. അന്ന് മോശയ്ക്ക് യഹോവ നിസി എന്ന ദൈവത്തിൻ്റെ നാമത്തെ അറിഞ്ഞിരുന്നതുകൊണ്ട് ദൈവം മോശയ്ക്ക് ഏറ്റവും വലിയൊരു ജയത്തെ കൊടുത്തു, അവനെ അനുഗ്രഹിച്ച് മാനിച്ചു. ഇന്നും നമ്മളെ ഉയർത്തുവാൻ തക്കവണ്ണം ഏത് നാമത്തെയാണ് നാം അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നോക്കുകയാണെങ്കിൽ 2 കൊരിന്ത്യർ 2 അധ്യായം അതിൻ്റെ 14 വചനത്തിൽ നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുന്ന യേശു ക്രിസ്തു എന്നൊരു നാമത്തെക്കുറിച്ച് പറയുന്നു. ക്രിസ്തു എന്ന നാമം നമ്മുടെ ജീവിതത്തെ ജയോത്സവമായി നടത്തുന്നു എന്ന് നാം അറിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏത് തോൽവിയിലാണെങ്കിലും ശരി, തെരുവോരങ്ങളിലാണെങ്കിലും ശരി, പൊടിയിലാണെങ്കിലും കുപ്പയിലാണെങ്കിലും അവിടെ നിന്നും നമ്മെ ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്ക ശക്തമായതാണ് എന്ന് നാം തിരിച്ചറിയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ അവൻ ഏറ്റവും ഉയർത്തി മാനിക്കും. അതാണ് ഈ വചനം പറയുന്നത്, അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും എന്ന്. അതുകൊണ്ട് തന്നെ ഇന്നും നമ്മെ ഉയർത്തുവാൻ തക്ക ശക്തമായ ക്രിസ്തു എന്ന നാമത്തെ നാം തിരിച്ചറിയുക. ആ നാമം തന്നെ നമ്മുടെ ജീവിതത്തെ ഏറ്റവും വലിയ ഉയരങ്ങളിലേക്ക് എത്തിക്കും. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.